ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ നൽകിയ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. കട്ടളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. നിലവിൽ ദ്വാരപാലക കേസിൽ റിമാൻഡിലാണ് പത്മകുമാർ. അതിനാൽ ജാമ്യം ലഭിച്ചാലും പുറത്തിറങ്ങാനാവില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല SITക്ക് മുൻപാകെ മൊഴി നൽകും. വൈകിട്ട് 3 മണിക്കാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുക. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുവായി വിറ്റുവെന്നും 500 കോടി രൂപയുടെ മൂല്യം അതിനുണ്ടെന്ന വിവരം ലഭിച്ചെന്നുമാണ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, നേരത്തെ തന്നെ ഇത്തരത്തിൽ കൃത്യമായി താൻ SITക്ക് മുൻപിലെത്തും, തനിക്കറിയാവുന്ന വിവരങ്ങളെല്ലാം നൽകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇന്നെന്തായാലും അദ്ദേഹം മൊഴി നൽകുമെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴത്തേക്കുണ്ടാകും? ഭവ്യ, പുരാവസ്തു കൊള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല മോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയത്. പുരാവസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയിൽ കാണാതെ പോയ സ്വർണ്ണപ്പാളികളുടെ ഇടപാട് നടന്നത് 500 കോടിക്കെന്ന് തനിക്ക് അറിവ് കിട്ടിയെന്നാണ് ചെന്നിത്തല നൽകുന്ന വിവരം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര മാഫിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ വെളിപ്പെടുത്താമെന്നും ചെന്നിത്തല നേരത്തെ പറഞ്ഞിരുന്നു. ആ കത്ത്, ഇതുമായി ബന്ധപ്പെട്ട കത്ത് അവർക്ക് നൽകിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തയ്യാറാണെങ്കിൽ ഈ ഓപ്പറേഷനെ കുറിച്ച് നേരിട്ടറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാം. ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാൾ തന്നോട് പറഞ്ഞതാണ്. അദ്ദേഹത്തെ കൂടി അന്വേഷണവുമായി സഹകരിപ്പിക്കാമെന്നാണ് ചെന്നിത്തലയുടെ ഉറപ്പ്. പുരാവസ്തു കടത്തിലെ മുഖ്യ സംഘാടകർ, അതിന്റെ തട്ടിപ്പുകാർ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണ്. അന്വേഷണം അവരിലേക്ക് നീളണമെന്നും ചെന്നിത്തല പറയുന്നു. പൗരാണിക സാധനങ്ങൾ, ദിവ്യ വസ്തുക്കളൊക്കെ മോഷ്ടിച്ച് കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ എത്തിക്കുന്നവരെ കുറിച്ച് നേരിട്ടുള്ള അറിവുള്ള ഒരാളിനാണ് തനിക്ക് വിവരം ലഭിച്ചത്. ആ വിവരമാണ് പങ്കുവയ്ക്കുന്നതെന്നും ചെന്നിത്തല പറയുന്നു. ബുധനാഴ്ച ചെന്നിത്തലയുടെ മൊഴിയെടുക്കാനുള്ള അന്വേഷണ സംഘം നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷെ അന്ന് അവർ അസൗകര്യം അറിയിച്ചു. തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. വൈകിട്ട് 3 മണിക്ക് ഈഞ്ചക്കലിലുള്ള SITയുടെ ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി നൽകും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.